ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായഃ. അഥ നവമോധ്യായഃ. ശ്രീഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഈ ജ്ഞാനം രാജവിദ്യയാണ്. രഹസ്യങ്ങളിൽ വച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണിത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതുകൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ്. അശ്രദ്ധാനാഃ പുരുഷാഃ ധർമ്മസ്യാസ്യ പരം തപഃ അപ്രാപ്യ മാം നിവർത്തന്തെ മൃത്യുസംസാരവർത്മനി. ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല. ഹേ ശത്രുഞ്ജയ, അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടുമെത്തുന്നു. മയാ തതം ഇദം സർവം ജഗദൗ വ്യക്തമൂർത്തിനാ മസ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വവസ്ഥിതഃ. അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്. ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ന ച മസ്ഥാനി ഭൂതാനി പശ്യ മേ യോഗമൈശ്വരം ഭൂതഭിന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. എന്റെ യോഗപ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശമല്ല. മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവസൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനഃ താനി കൽപാദോ വിസൃജാമ്യഹം
കുന്തിപുത്ര, ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതികാവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എന്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതേർവശാത്. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. മയാധ്യക്ഷേണ പ്രകൃതിഃ സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തേയ ജഗത് വിപരിവർത്തതേ. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളിലൊന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമമനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അവജാനാതി മാം മൂഢാഃ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്കറിഞ്ഞുകൂടാ. മോഘാശമോഘകർമാണോ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദ്ദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവുമെല്ലാം പാഴായിപ്പോകും. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിതാഃ ഭജന്തി അനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവീക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢോ വ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താഃ ഉപാസതേ. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുൻപിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു.
ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസത്തെ ഏകത്വേന പൃഥക്വേന ബഹുധാ വിശ്വതോ മുഖം. ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വതോമുഖനായും ആരാധിക്കുന്നു. അഹം ക്രതുഃ അഹം യജ്ഞഃ സ്വധാഹമഹമൗഷധം മന്ത്രോഹമഹമേവാദ്യം അഹമഗ്നിരഹം ഹുതം. ക്രിയയും യജ്ഞവും ഞാനാകുന്നു. പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ. അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാര ഋക്സാമയജുരേവ ച. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെയാണ്. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെയാകുന്നു. ഗതിർഭർത്ത പ്രഭുഃ സാക്ഷി നിവാസഃ ശരണം സുഹൃത് പ്രഭവഃ പ്രളയഃ സ്ഥാനം നിധാനം ബീജമവ്യയം. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു.